ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ നമ്മൾ സർവീസായിട്ട് വർക്കിന് കയറ്റിയതാണ്. ജനറൽ സർവീസ് ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട്, അത് മാറ്റണം. ബ്രേക്ക് ചെക്ക് ചെയ്യണം. മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം. വാട്ടർ സർവീസ് വേണം, ഓയിൽ ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നിലവിൽ വണ്ടി മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഉണ്ട്. അപ്പോൾ അതും പ്രകാരം നമ്മളതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് വേണ്ടിയിട്ട് കയറ്റിയതാണ്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഈ സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്റർ, കാർബറേറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്താൽ ഒരു മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലഗ് അഴിക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി ഒടിഞ്ഞിട്ടാണ് പോകുന്നതാണ്. അതിനകത്ത് ഇതുണ്ടോ, ഈ രീതിയിൽ പൊട്ടിയാണ് പോകുന്നതാണ്. ഇതാണ് അതിൻ്റെ പ്ലഗിൻ്റെ അവസ്ഥ കേട്ടോ. ഒരു രീതിയിലും അത് അഴിഞ്ഞ് കിട്ടുന്നില്ല, നല്ല രീതിയിൽ ടൈറ്റ് വന്ന് പോയേക്കാണ്. അപ്പോൾ നമുക്ക് എന്താ ഒന്നുമല്ല, നമുക്കത് ത്രെഡ് വെട്ടി എങ്ങാനും കയറിയിരിക്കണമായിരിക്കാം. അതല്ലെങ്കിൽ തന്നെ ഇത് എഞ്ചിൻ ഹെഡിൻ്റെ പ്രത്യേകത വെച്ചാൽ ഓവർ ഹീറ്റിംഗ് വന്ന ഭാഗം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്ലഗിൻ്റെ ഈ ഭാഗമൊക്കെ ശരിക്കും ചൂടാവുന്ന സമയത്ത് വികസിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ടൈറ്റ് വന്നേക്കുന്നതാവാം. ഇതിപ്പോൾ നിലവിൽ നമ്മൾ പരമാവധി ട്രൈ ചെയ്തു, മുട്ടി അഴിച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെ നോക്കി, നടപടിയില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനി ഭാഗം അഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇത് ഹെഡിൻ്റെ ഈ ഭാഗം, പ്ലഗ് ത്രെഡ് വന്ന ഭാഗം ലെയ്ത്തിൽ കൊടുത്തിട്ട് അത് ത്രെഡ് സ്ലീവ് ചെയ്തിട്ട് വേണം നമുക്ക് കയറ്റാനായിട്ട്. അത് ഒരു മൈനോട്ട് രീതിയിൽ ടൈറ്റ് വന്നാൽ പോലും നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് അഴിഞ്ഞു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കട്ടായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ മാർഗ്ഗമില്ല, ഇനി അത് ക്ലിയർ ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല. പിന്നെ നമുക്ക് നിലവിൽ 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. 52,000 കിലോമീറ്റർ നമ്മളിപ്പോൾ ഈ അഴിക്കണ കൂട്ടത്തിവിടെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം, ആ വാൽവ് സീറ്റിംഗ് അടക്കം വേണമെങ്കിൽ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ഹെഡ് ഓവർറോളിംഗ് എന്ന് പറയുന്നത്, ഹെഡ് കരി കുത്തി ക്ലീൻ ചെയ്യണം. ആ ഒരു വർക്കും കൂടി കൂട്ടത്തിൽക്കൂടെ ചെയ്ത് കയറ്റാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമുക്ക് പ്ലഗ് ഒടിഞ്ഞാൽ വേറെ മാർഗ്ഗമില്ല, വേറെ ചെയ്യാതെ കൊണ്ട് മാർഗ്ഗമില്ല. അപ്പോൾ മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് എയർ ഫിൽറ്റർ, പ്ലഗിൻ്റെ ഭാഗം, കാർബറേറ്ററിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാതെ വേറെ ഓപ്ഷനും ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അഴിക്കേണ്ടി വന്നത് കേട്ടോ. തന്നെയല്ല, നമുക്ക് ജനറലായിട്ടുള്ള സർവീസിൽ പ്ലഗ് ക്ലീനിങ് ഒക്കെ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ്. അതിനും കൂടി വേണ്ടിയിട്ടാണ് അഴിച്ചേക്കണേ. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഓയിലൊക്കെ നമുക്ക് ഇതിനകത്തുള്ള നല്ല ഓയിലാണ്. അപ്പോൾ അതിനകത്ത് ലെവൽ പൊട്ടിക്ക് കുറവ് പോലെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യാം. ഒരു 50 മില്ലി 100 മില്ലിയുടെ വ്യത്യാസമുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തിട്ടേക്കാം. പിന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത്, ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം ആണ്, പരമാവധി അഡ്ജസ്റ്റിങ് കഴിഞ്ഞ് കിടക്കണം. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതിന്മേ ഉള്ളത് പുതിയ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ തന്നെയാണ്, പുതിയ ഫിൽറ്റർ. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്. ക്ലച്ച് സൈഡ് ഗ്രീസിങ് നമുക്ക് ആവശ്യമായിട്ട് തന്നെയാണ്. അത് ഓൾറെഡി നമുക്ക് പെയ്ഡ് സർവീസിലുള്ളതാണ്. അതും പ്രകാരം നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഓരോ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ റോളറൊക്കെയാണത്, നോർമൽ തേമാനൊക്കെ ഉള്ളൂ. അതേപോലെ തന്നെ ക്ലച്ച് ഷൂ എന്ന ഭാഗമാണത്. അതായാലും നല്ല അത്യാവശ്യം പൊടികൾ നല്ല രീതിയിൽ, അതിൻ്റെ ഉള്ളിൽ ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയുടെ പ്രസൻസ് നല്ല രീതിയിലുണ്ട്. അതല്ലാണ്ട് വേറെ കംപ്ലൈൻറ്റൊന്നും പറയാനുള്ള കണ്ടീഷനൊന്നും ആയിട്ടൊന്നുമില്ല. ബെൽറ്റും നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ്. ചെറിയൊരു ക്രാക്ക്, ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് കറക്റ്റ് സർവീസ് ആണെങ്കിൽ നമുക്ക് കുറേ കൂടി ഓടിച്ചിട്ട് മാറ്റിയാലും മതി, അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. പക്ഷേ നമ്മളുടെ ഉപയോഗം, അതായത് നല്ല രീതിയിലുള്ള ഉപയോഗമുള്ള വണ്ടിയാണ്, വല്ല നൈറ്റൊക്കെ ഓട്ടോ ഉള്ള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ പൊട്ടൽ കാണിച്ചാൽ പോലും കൈയോടെ അത് മാറ്റി കളയാനായിട്ട് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ എസ്റ്റിമേറ്റിൽ ഈ പറഞ്ഞ ബെൽറ്റൊന്നും ഉൾപ്പെടുത്തുന്നില്ല. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് നോർമൽ രീതിയിൽ സർവീസ് ചെയ്യണ വണ്ടികളാണ്. ഇപ്പോൾ ചെറിയ ഓട്ടോ ഉള്ള വണ്ടിയാണ്, ഇപ്പോൾ നോർമൽ ഓട്ടോ ഉള്ള വണ്ടിയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി ഇത്. പിന്നെ ഓട്ടത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് വേണം നമ്മളത് മാറ്റണമെങ്കിൽ നിർബന്ധമായിട്ടും പറഞ്ഞ് മാറ്റിക്കുക. അത്രയാണ് നമുക്ക് ആ ഭാഗത്ത് തന്നെ കേസ്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ് അവസ്ഥ, മൊത്തം പൊടിഞ്ഞുണ്ടെന്ന് മാറ്റിയിടണം. കാർബറേറ്ററും നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാർബറേറ്ററിൻ്റെ കേസ് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ എത്തനോളിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ കാർബറേറ്ററിനും സംഭവിച്ചിട്ടുണ്ടാവും. നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാണ്ട് മാർഗ്ഗമില്ല, കാരണം ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർബറേറ്റർ കൂടി നമുക്ക് നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യേണ്ടതാണ്. പിന്നെ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടേക്കാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബാറ്ററിയൊക്കെ നമുക്കിത് ഇരിക്കുന്നത് 2024 ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കണം, 13.07 വരെ കാണിച്ചിട്ടുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.35. അപ്പോൾ കംപ്ലയിൻറ്റ് ഒന്നും പറയാറായിട്ടൊന്നുമില്ല. ബാറ്ററി ഓൾറെഡി ആവശ്യത്തിനുള്ള പവറുണ്ട്. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ആണ്, അത് അഡ്ജസ്റ്റിങ് പരമാവധിയിലാണ് കിടക്കണേ. അപ്പോൾ ഇനി അതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മാറ്റി പുതിയതുണ്ടായിട്ട് വരും കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്, അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. അതേപോലെ തന്നെ ലിങ്കിൻ്റെ കോളർ ബുഷ് മാത്രമായിട്ടൊന്ന് മാറ്റിയിടാം. പിന്നെ അത് കൂടാതെ ഈ ഒരു കേബിൾ മാറ്റാണ്ട്, അതും ലോഡായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ളത്.
പിന്നെ നമുക്ക് ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് നല്ലതാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് വെള്ളമടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനില്ല. എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലഗ് ഒടിഞ്ഞതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിക്കേണ്ടി വരുന്ന ഒരു വർക്കാണ്. അപ്പോൾ അതടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ്, അതേപോലെ ലേറ്റിൽ പോയി വരുമ്പോൾ അതിൻ്റെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലിടാം. ഇനി ഹെഡ് ഓവറോളിംഗ് ആയിട്ട്, അതായത് ഹെഡ് ക്ലീനിങ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് കൂടി ഒന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ അഡീഷണൽ ആയിട്ട് നോക്കിയിട്ട് പറയാം. കാരണം എന്തായാലും നമ്മൾ ഈ ഭാഗം അഴിക്കണ കൂട്ടത്തിൽ കൂടെ അതുകൂടി ചെയ്ത് കയറ്റണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഏകദേശം നമുക്കൊരു 50-52,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു 25,000 തുടങ്ങി 30,000 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കൂടെ ചെയ്യേണ്ട വർക്കാണ് ഈ കരി കുത്താന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ കൂട്ടത്തിൽ കൂടെ ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഇതിനു വേണ്ടി അഴിക്കാറുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ചെയ്ത് കയറ്റാണെങ്കിൽ പിന്നീടുള്ളൊരു പണി നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.